റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂറത്തു റഅദാണ് നമ്മൾ വായിച്ചിരുന്നത്. അതിൽ 6 ആയത്തുകളാണ് വായിച്ചിട്ടുള്ളത്. അവസാനം വായിച്ച ആയത്തിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പ്രവാചകനിൽ നിന്ന് പല ദൃഷ്ടാന്തങ്ങളും ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് മറുപടിയായി പ്രവാചകനോട് എടുത്തു പറയാൻ സൂചിപ്പിച്ചത് നേരത്തെ സൂറത്ത് ഇസ്രായിൽ നമ്മൾ വിശദീകരിച്ചു. കുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല എന്ന് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഞാനൊരു പ്രവാചകനായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ്. അഥവാ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ അല്ലെങ്കിൽ അത്ഭുതങ്ങളോ ഒന്നും കൊണ്ടുവരാൻ എനിക്ക് എന്ത് ചെയ്യുകയില്ല, സാധിക്കുകയില്ല. ഇനി അതിൻ്റെ തുടർച്ച 8-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീലുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ശൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഓ 6 വായിച്ചല്ലോ. ലൗലാ ഉൻസില വയഖൂലു ലദീന കഫറു ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി. എന്തുകൊണ്ട് ഒരു ആയത്ത് ഇറക്കപ്പെട്ടു കൂടാ എന്നുള്ളത് വായിച്ചു എൻ്റെ ഓർമ്മ. അതിനാണ് നമ്മൾ സൂറത്തു ഇസ്രായിലെ ആയത്ത് എന്ത് ചെയ്യുന്നത്, വിശദീകരണമായിട്ട് പറഞ്ഞത്. ആ 2-3 ആയത്തുകൾ അവർ പ്രവാചകനോട് പലതും ആവശ്യപ്പെട്ടപ്പോൾ അവസാനം സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല എന്ന് പറഞ്ഞത്. അതിന്റെ തുടർച്ച അടുത്ത വചനം. അല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നവനാണ്. മാ തഹ്മിലു കുല്ലു ഉൻസ, മാ തഹ്മിലു വഹിക്കുന്നതിന്. ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു എന്നാണ്. അഥവാ ഗർഭം ചുമക്കുന്നതിന്. കുല്ലു ഉൻസ, എല്ലാ സ്ത്രീയും ഗർഭിണിയാവുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു യഅലമു, അള്ളാഹു അറിയുന്നുണ്ട്. മാ തഹ്മിലു വഹിക്കുന്നതിന്, അതാ പ്രഗ്നൻസിയെ കുറിച്ച്. കുല്ലു ഉൻസ, എല്ലാ സ്ത്രീയും. ഉൻസ എന്ന് പറഞ്ഞാൽ സ്ത്രീ. വമാ തഗീലു, കുറവ് വരുത്തുന്നതിനെ കുറിച്ചും. വമാ തഗീലു, കുറവ് വരുത്തുന്നതിനെ കുറിച്ചും. അൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ള. അപ്പൊ ഗർഭാശയങ്ങളിലുള്ളതിൽ കുറവ് വരുന്നതിനെ കുറിച്ചും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തസ്ദാദു, അധികമാവുന്നതിനെ കുറിച്ചും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തസ്ദാദു, അധികമായതിനെ കുറിച്ചും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഹലോ. കുറിച്ചും അതുപോലെ തന്നെ കൂടുതലാവുന്നതിനെ കുറിച്ചും അള്ളാഹു അറിയുന്നുണ്ട്. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യങ്ങളും ഇൻദഹു, അവന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ. ബിമിഖ്ദാർ, ഒരു തോതനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്. അപ്പൊ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അപ്പൊ ആരാണ് അള്ളാഹു എന്ന് നിരന്തരം മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു. അപ്പൊ ഈ അധ്യായത്തിൽ തന്നെ പല രീതിയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. ആരാണ് അള്ളാഹു, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച്. അപ്പൊ അതിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നാണ്. അപ്പൊ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിൽ എന്താണ് കുറവുള്ളത്, എന്താണ് കൂടുതലുള്ളത് എന്നും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. അപ്പൊ ആ ഗർഭസ്ഥ ശിശു, അപ്പൊ കൂടുതലും കുറവെന്ന് പറഞ്ഞാൽ വെറും 5 വിരലുള്ളത് 6 വിരലുള്ളത് അള്ളാഹു അറിഞ്ഞു എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ 5 വിരലുണ്ടാവേണ്ടടുത്ത് 3 വിരലുണ്ടായിരുന്നത് അള്ളാഹു അറിഞ്ഞു എന്ന് മാത്രമല്ല. അപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പൊ അവന്റെ ഐക്യം എത്രയാണ്, കൂടും കുറയൊക്കെ ചെയ്യും. ഒരാളുടെ ഐക്യം എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ഓരോരുത്തരുടെയും
പലതിലുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ചിലരുടെ മസ്തിഷ്കത്തിൽ ഓരോ ഭാഗത്തിന് കൂടുതൽ എന്തുണ്ടാവും, പ്രവർത്തനക്ഷമത ഉണ്ടാവും. ചില ഏരിയക്ക് പ്രവർത്തനക്ഷമത എന്ത് ചെയ്യും, കുറയും. അത് പ്രവർത്തനക്ഷമത ഏത് ഏരിയയിൽ കുറയുന്നുണ്ടോ അതിനനുസരിച്ച് അയാളിൽ എന്തുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഹോർമോൺ ഉണ്ട്, ഹോർമോൺ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ ഗർഭസ്ഥ ശിശു ആയിരിക്കെ തന്നെ അവന്റെ ജീവിതത്തിൽ അവനിൽ എന്തൊക്കെ കൂടുതലുണ്ടാവും, എന്തൊക്കെ കുറവുണ്ടാകും എന്നതുപോലും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. നമുക്ക് പലപ്പോഴും അത് അറിയാൻ സാധിക്കുന്നത് എപ്പോഴായിരിക്കും, അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ കുറച്ചൊക്കെ അറിഞ്ഞേക്കാം, എന്നാൽ ഡെലിവറി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ അറിയും, ആ കുട്ടിയെ കുറിച്ച് കൂടുതൽ കുറച്ചും കൂടി അറിയും. പിന്നെ വലുതാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ജനിച്ചപ്പോൾ എന്തോ ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു അല്ലെ, അതൊരു 4-5 വയസ്സായപ്പോ ആ മുഴ ഇങ്ങനെ വലുതായി വന്നു. അപ്പോഴത് ഒന്നും കൂടി എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്തത്, അറിഞ്ഞത്. നമ്മൾക്ക് ഓരോന്നും അറിവിന് പരിധിയുണ്ട്. അത് ലോകത്തിലുള്ള ഏതു സൃഷ്ടിയാവട്ടെ. പക്ഷെ അള്ളാഹു ആരാണ്? അപ്പൊ ഒരു കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവനിൽ എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ കൂടുതലുണ്ട് എന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അപ്പൊ നമ്മളെ കുറിച്ച് നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ കൃത്യമായി റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അപ്പൊ ആ റബ്ബിനൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങള് അല്ലെ. സാധാരണ ഈ ഔലിയാക്കളെ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരൊക്കെ ഇല്ലേ, ഞാൻ ചെന്നപ്പോത്തിനും എന്നെ കുറിച്ചുള്ള വിവരാണ്ട് പറഞ്ഞു എന്നാ പറയില്ലേ. ഞാൻ ചെന്നപ്പോത്തിനും കൊട്ടപ്പുറത്തു നിന്നാണില്ലേ, കുറെ കാലായില്ലേ, തലവേദന അല്ലേ, പ്രശ്നം മാറിയിട്ടില്ലല്ലേ, ഇപ്പൊ ഏറ്റവും ലാസ്റ്റിൽ പോയത് ഇന്ന സ്ഥലത്താണില്ലേ. അതാണ്ട് പറഞ്ഞപ്പോത്തിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആകെ അന്നം മുട്ടു. അവന്റെ വിശ്വസ്തനായ ഏജന്റ് പുറത്തുണ്ടാവും, ആ ഏജന്റ് എന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടാവും, നിങ്ങൾ പെടുന്ന വരുന്നത്, നിങ്ങളെ പ്രശ്നം എന്താണ് ഇല്ലേ എന്നൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞ് മൂപ്പർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ടീം അവിടെ ഉണ്ടാവും. ആ ടീമിലൂടെ അയാൾ അറിഞ്ഞിട്ടുണ്ടാകുക. പക്ഷെ നമ്മളാണ്ട് ചെന്നപ്പോ നമ്മളെ വിവരം കൈയാണ്ട് പിടിച്ചുകാണ്ട് മൂപ്പർ എന്ത് ചെയ്തു. ഇനിയിപ്പോ വൈദ്യനാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ, അയാൾ ഞരമ്പ് പ്രഷർ നോക്കിയിട്ട് എന്ത് ചെയ്യും എന്നാ പറഞ്ഞത്, എല്ലാം പറയും. കൈ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ മൂപ്പരും കേട്ട് പറഞ്ഞു. അത് അയാളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. അയാള് ഞരമ്പ് പിടിച്ചു നോക്കി ആ പ്രഷർ നോക്കിയിട്ട് ആ പ്രഷറിന്റെ വിധാനം അനുസരിച്ച് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഞെട്ടി. എന്നാ ആരാ അല്ലാഹ്? നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ഉമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മളിൽ കൂടുതലുള്ളത്, എന്താണ് കുറവുള്ളത് എന്ന് വളരെ വ്യക്തമായി വ്യാപകമായ അർത്ഥത്തിൽ അല്ലെ. ചിലർക്ക് ചില വാസനകൾ കൂടുതലായിരിക്കും അല്ലെ, കഴിവ്. ചിലർക്ക് സ്പോർട്സിലായിരിക്കും താല്പര്യം, ചിലർക്ക് പാട്ടിലായിരിക്കും താല്പര്യം, വേറെ ചിലർക്ക് പ്രസംഗത്തിലായിരിക്കും കഴിവ് അധികം ഉണ്ടാവുക, വേറെ ചിലർ വേറെ ഫീൽഡിലായിരിക്കും. അങ്ങനെയുള്ള കുറവും കൂടുതലുള്ളതൊക്കെ റബ്ബ് അറിയുന്നുണ്ട്. അപ്പൊ ആ റബ്ബിന്റെ കഴിവൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് അള്ളാഹ് പറയാ, വക്കുല്ലു ഷൈഇൻ, എല്ലാ കാര്യവും ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ബിമിഖ്ദാർ, ഒരു കണക്കനുസരിച്ചാണ്, തോതനുസരിച്ചാണ് എന്ന്. എല്ലാം അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, ഖദർ അനുസരിച്ച്, കണക്കനുസരിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്, കൊടുക്കാറുള്ളത്. അപ്പൊ അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്. അള്ളാഹിന്റെ ഖദർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ വെറുതെ ഒരു കമ്മട്ട് എങ്ങനെ എല്ലാവർക്കും അങ്ങനെ, അതാണോ? അങ്ങനല്ല. അല്ലെങ്കിൽ ഒരു കണക്കില്ലാതെ, ഒരു നിർണയമില്ലാതെയാണോ? അല്ല. എല്ലാവർക്കും അള്ളാഹ് കാര്യങ്ങളെ നിർണയിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. അതാണ് റബ്ബിന്റെ ഒരു പ്രത്യേകത നമ്മൾ എടുത്തു പറഞ്ഞത്. സബിസ്മ റബ്ബിക്കൽ അഅ്ല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഖദ്ദറ എല്ലാം നിർണയിച്ചിട്ടുണ്ട്. അപ്പൊ ആ പടച്ചവൻ നിർണയിച്ചതനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ നിർണയത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് എന്ത് ചെയ്യൂല, കഴിയില്ല. എല്ലാറ്റിനും കുല്ല് ചെയ്യും. മനുഷ്യന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നിർണയമുണ്ട്. ഇപ്പൊ നമ്മളെ മുഖത്തിരുന്ന് ഇണ ചേർന്ന് കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്ന സൂക്ഷ്മജീവി ഉണ്ട് നമ്മളെ മുഖത്ത്. അപ്പൊ നമുക്ക് പറഞ്ഞ നമ്മൾ കാണുന്നുണ്ടോ?
നമ്മളെ മുഖത്തിരുന്നിട്ടാണ് അവര് അവിടെ വിസർജിക്കുന്നുണ്ട്, ഇണചേരുന്നുണ്ട്, അതുപോലെ സന്താനോൽപാദനം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മള് മുഖം ഒരു 3 പ്രാവശ്യമല്ലേ 5 നേരം ശരിക്ക് കഴുകണം എന്ന് പറഞ്ഞതിലുള്ള ആ ഒരു ഹിക്മത്തൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മള് മുഖം ഉതെടുക്കുമ്പോ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം ഉതെടുക്കുമ്പോ മുഖം നന്നായി എന്ത് ചെയ്യണം? കഴുകണം എന്ന്. കൈകളൊക്കെ അപ്പൊ നമ്മളെ ശരീരത്തിലൊക്കെ ഉണ്ട് കേട്ടോ അത്തരത്തിലുള്ള സൂക്ഷ്മജീവികള്. അപ്പൊ വൃത്തിയുടെ കുളിയുടെ ഒക്കെ പ്രാധാന്യം ഖുർആൻ എടുത്ത് പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചത് ആലോചിച്ച് നോക്കിയാ. പക്ഷെ ഇതൊന്നും നമ്മളറിയുന്നില്ലല്ലോ. നമ്മളറിയാത്ത എന്തൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്? നിർണയിച്ച് കൃത്യമായി കൊണ്ട് നടക്കുകയാണെന്ന്. കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. അപ്പം ആ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ റബ്ബിനെയാണ് ഞാൻ കീഴ്പ്പെട്ട് ജീവിക്കുന്നത്. ആ റബ്ബിന്റെ കലാമാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. പക്ഷെ വായിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടോ അറിയില്ല അല്ലെ. നമ്മളെ 10-20 കുട്ടികൾ ഇരിക്കണോടത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര ആൾക്കാർ ഇന്ന് വാട്സപ്പ് നോക്കിയെന്ന് ചോദിച്ചു. അപ്പൊ 20 ആൾ വാട്സപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഗ്രൂപ്പിലുള്ളത് 10 ഗ്രൂപ്പിലുള്ള ഒരാളുണ്ട്. അതാണ് ഏറ്റവും ചുരുങ്ങിയത്. ബാക്കിയുള്ള 10ന്റെ എത്രയോ മേലെ ഗ്രൂപ്പുകളിലുള്ളവരുണ്ട്. അവർ അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നോക്കിയിട്ടുണ്ട്. ഇത് ഞാൻ രാത്രി 8 മണിക്കാ ചേട്ടാ ഈ ചോദ്യം ഉന്നയിക്കുന്നത് അവരോട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് ഖുർആൻ വായിച്ച എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. ഖുർആനിൽ നിന്നൊരു 10 ആയത്ത്, 10 ഗ്രൂപ്പിലാണ് ഏറ്റവും ചുരുങ്ങിയുള്ളത്. ഖുർആനിൽ നിന്ന് 10 ആയത്ത് വായിച്ച എത്ര മക്കളുണ്ട് ചോദിച്ചു. ഒരു കുട്ടി മാത്രമാണല്ലോ. ഞാൻ സുബൈക്ക് ശേഷം കുറച്ച് ഓതിയിട്ടുണ്ട്. അത് 10 ആയത്താണോ എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല, എന്നാലും കുറച്ച് ഓതിയിട്ടുണ്ട്. ബാക്കി 19 കുട്ടികളും എന്തില്ല? ഖുർആൻ വായിച്ചിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളെ കൗമ്. വാട്സപ്പ് ആരുണ്ടാക്കിയതാ? അത് ഏതോ ചങ്ങായി ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയ. നമുക്കതിൽ ചില വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ അടിയിൽ ചോദിച്ചു, വാട്സപ്പിൽ നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട വല്ലതും നോക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ അതുമില്ല. എത്ര ആപ്പുകൾ ഉണ്ടല്ലേ, എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് ഖുർആൻ പഠിപ്പിക്കുക, അതുമില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളും പടച്ചോനും തമ്മിലുള്ള ബന്ധം. ഇതിപ്പോ +2 കഴിഞ്ഞ മുജാഹിദുകളാണ് കേട്ടോ 20 കുട്ടികൾ. +2 കഴിഞ്ഞ 20 കുട്ടികൾ പറഞ്ഞാൽ മുജാഹിദ് കുട്ടികളാണ്. അപ്പൊ നമ്മളാണല്ലോ കൗമില് കുറച്ച് മെച്ചപ്പെട്ടതെന്നൊക്കെ പറയുന്നത്, അതിലെ ക്രീം ടീം എന്ന്. പക്ഷെ നമ്മളെ കുട്ടികളെ അവസ്ഥയാണിത്. അപ്പൊ റബ്ബായിട്ടുള്ള ബന്ധം എന്താ? അപ്പൊ നോക്കി, എൻ്റെ മാതാവ് ഗർഭം ധരിച്ചപ്പോൾ തന്നെ എന്നിലുള്ള കഴിവുകളെ കുറിച്ച്, എന്താണ് കൂടുതലുള്ളത്, എന്താണ് കുറവുള്ളത്, എന്നെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന റബ്ബിന്റെ കലാമ് എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ ആ റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അത് വായിക്കലുണ്ടോ? അല്ലെ, അത് പഠിക്കലുണ്ടോ? അത് ജീവിതത്തിൽ പകർത്തലുണ്ടോ? അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലുണ്ടോ എന്ന് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കേണ്ടതാണ്. കാരണം അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് നമ്മളുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം. പടച്ചോനെ എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ ആ റബ്ബിനെ ഞാൻ എത്രമാത്രം ഗൗരവത്തിലെടുക്കണം, അവന്റെ കൽപ്പനകൾ എത്രമാത്രം നാം അവനെ മഹത്വപ്പെടുത്തണം. അടുത്ത വചനം വായിച്ചു കേട്ടോ നിങ്ങൾ. ആരാണ് അവൻ? ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതഅല്ല. ആലിമുൽ ഗൈബ്, ഗൈബ് അറിയുന്നവനാണ് അവൻ. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? അദൃശ്യം. അദൃശ്യം എന്ന് പറഞ്ഞാൽ അദൃശ്യ, അവിടെ ആ കർട്ടന്റെ അപ്പുറത്തുള്ളത് ഞാൻ കാണൂല, അതാണോ ഗൈബ്? അദൃശ്യം. അത് അപ്പുറത്തു കൂടെ പോയി നോക്കിയാൽ കാണും. അദൃശ്യം. മറഞ്ഞത്. മറിഞ്ഞത് പറഞ്ഞപ്പോ ആ ചുമരിന്റെ അങ്ങേപ്പുറത്തുള്ളപ്പോ നമ്മളാരും കാണില്ല. അതിലെ പോയി കണ്ട അപ്പുറത്ത് ഇറങ്ങി എന്നാലും കാണും. മറഞ്ഞത് അതൊക്കെ പറയാറുണ്ട്, അദൃശ്യം, മറഞ്ഞത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് വൈബ്. കുറച്ച് വിശദമായിട്ട് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് അല്ലെ. ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാളെ ഈ ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതിപ്പോ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അമേരിക്കയിലുള്ള ഒരാളെ ഞാനിപ്പോ ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലോ, അത് ഒരിക്കലും കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള അറിവിനാണ് എന്ത് പറയാ? വൈബ് എന്ന് പറയാം. അപ്പൊ ആ വൈബ് എങ്ങനെ അറിയാൻ പറ്റുള്ളൂ? വഹ്യ് മുഖേന മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ വഹ്യ് മുഖേന മാത്രം അറിയാൻ സാധിക്കുന്ന അറിവുകൾക്ക്, ഇൽമുകൾക്കാണ് എന്ത് പറയുന്നത്?
ഗൈബ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഗൈബ് അറിയുന്നവനാണ് അല്ലാഹു. വേറെ ആർക്കും എന്ത് ചെയ്യൂല, ഗൈബ് അറിയില്ല. അതോടൊപ്പം തന്നെ ഷഹാദത്തും അറിയുന്നവനാണ്. ദൃശ്യലോകത്തുള്ളതും അവൻ എന്ത് ചെയ്യും, അവൻ അറിയും. അപ്പൊ ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. നമ്മളോ ദൃശ്യമായിട്ടുള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ തന്നെ ഒരുപാട് സൂക്ഷ്മജീവികൾ പുറത്തുണ്ട് അറിഞ്ഞു, നമ്മൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്, നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വാസം വലിച്ചെടുക്കുന്നിടത്ത് ഒരുപാട് സൂക്ഷ്മ ജീവികളുണ്ട്, നമ്മൾ കാണുന്നില്ല. അതൊക്കെ ദൃശ്യലോകത്തുള്ള. ചിലപ്പം ഒരു നല്ലൊരു ടെലസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ പേടിക്കും. ഈ അന്തരീക്ഷത്തിൽ തന്നെയുള്ള എത്ര ജീവജാലങ്ങൾ നമുക്ക് വലുതാക്കി കാണാൻ സാധിക്കും. അപ്പം ദൃശ്യം തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ട് അറിയുന്നില്ല. ഒരു ഉറുമ്പിനുള്ള അറിവ് ചിലപ്പോൾ നമുക്കില്ല, അല്ലെ? ഒരു പഞ്ചസാര മണി ഇവിടെ കൊഴിഞ്ഞാടിയാൽ ആ ഉറുമ്പ് അതെന്ത് ചെയ്യും, കണ്ടെത്തും. അത് അതിന് കൊടുത്തിട്ടുള്ളൊരു കഴിവാണ്. എന്നാൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കൂല. ചിലപ്പോ ഒരു ബാഗിൽ മയക്കുമരുന്നായിട്ട് പോകുന്നത് മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പരിശീലനം കൊടുത്ത നായ പിന്നാലെ വന്നിട്ട് ആ ബാഗ് കടിച്ചെടുത്തിട്ട് ചിലപ്പം അത് എവിടെയാണോ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ആ നായ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവും. ബാഗിൽ വിമാനത്താവളത്തിൽ ബാഗ് പിടിച്ചിങ്ങനെ പോകുന്ന ഒരാള്, അയാളുടെ കയ്യിൽ അയാളുടെ സെക്യൂരിറ്റിക്കാരൻ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഘ്രാണശക്തി അതിന് പരിശീലനം നൽകിയിട്ട് അതിന്റെ ഘ്രാണശക്തി കൊണ്ട് ഒരു നായ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലാക്കി പിന്നാലെ പോയി ആ ബാഗ് കടിച്ചു വാങ്ങിയിട്ട് അല്ലെങ്കിൽ അയാൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രംഗം കാണാൻ സാധിക്കും നമുക്ക്. അങ്ങനെ മനുഷ്യനറിയാത്തത് തന്നെ. അപ്പം മനുഷ്യന്റെ അറിവ് എത്ര പരിമിതമാണ്. ജീവജാലങ്ങൾക്ക് പലർക്കുള്ള അറിവ് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല, അല്ലെ? മഴക്കാലം തുടങ്ങുന്നതിന്റെ മുമ്പ് തവളൊക്കെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കരയാൻ തുടങ്ങൂല്ലേ? അതേപോലെ പല ജീവജാലങ്ങളുടെയും ശബ്ദങ്ങൾ. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ അറിവ്. അപ്പം അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുമ്പോൾ അള്ളാഹ് ഗൈബ് അറിയുന്നവനാണ്, ഷഹാദത്തും അറിയുന്നവനാണ്, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനാണ്. അപ്പൊ അല്ലാത്തവര് ഗൈബ് അറിയോ? ഇന്ന് പല തട്ടിപ്പ് നടത്തുന്ന ആളുകളും ചെയ്യാറുള്ളത് എന്താണ്, അയാൾക്ക് ഗൈബ് അറിയുന്നതാണ് പറയാറുള്ളത്. അയാൾക്ക് ഗൈബ് അറിയാം, അവിടെ പോയി വെക്കുന്നു. മമ്പുറത്ത് പോയി വെക്കുക, അവിടെ ഗൈബ് അറിയുന്ന ആളുണ്ട്. അല്ലെങ്കിൽ കൊടിഞ്ഞി പള്ളി, അവിടെ പോയി വെക്ക്. അതല്ലെങ്കിൽ ഇപ്പുറത്ത് മുനമ്പത്ത് പോയി വെക്ക്. അവിടെയൊക്കെ ഉള്ള മികവ് എന്താ പറയാറുള്ളത്, അവർക്കൊക്കെ ഗൈബ് അറിയാം. പക്ഷെ ഗൈബ് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും അറിയില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നംലിലെ 65-ാമത്തെ ആയത്ത്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖുൽ, പ്രവാചകരെ പറയണം, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലുള്ളവർ, അൽ ഗൈബ, ഗൈബ് അറിയില്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാളും ഗൈബ് അറിയില്ല, ഇല്ലല്ലാഹ്, അല്ലല്ലാതെ. നോക്കൂ, ഏതുപോലെ മണ്ണനമാണ് നടത്തിയിട്ടുള്ളത്. ആദ്യം ഖണ്ഡിച്ചു, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും ഗൈബ് അറിയില്ല. ഇതുപോലെ ലാ ഇലാഹ, ഇലാഹേ ഇല്ല. എന്നിട്ട് പിന്നെ മണ്ണനാണ്, സ്ഥാപിക്കുകയാണ്, ഇല്ലല്ലാഹ്, അല്ലല്ലാതെ. അപ്പൊ ഇലാഹായി ആര് മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യൂല, ഗൈബ് അറിയില്ല. അപ്പം വേറുള്ളവർക്ക് ജിന്നിനറിയും, മലക്കിനറിയും, അല്ലെങ്കിൽ വേറുള്ള ഔലിയാക്കൾക്കറിയും, അമ്പിയാക്കൾക്കറിയും, ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് പച്ചക്കളവാണ്, മതത്തിനെതിരാണ്. ഒരാൾക്കും ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും ഗൈബ് അറിയില്ല, അല്ലല്ലാതെ ഒരാൾക്കും. അപ്പൊ ആകാശങ്ങളിലോ ഭൂമിയിലോ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടു. മലക്ക് പെട്ടു, ജിന്ന് പെട്ടു, മനുഷ്യനും പെട്ടു, എല്ലാവരും പെട്ടു. ആർക്കും ഗൈബ് അറിയുകയില്ല, അള്ളാഹുവിന് മാത്രം. തുടർന്ന് അള്ളാഹ് പറഞ്ഞു, അമ്മാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ പുനർജീവിപ്പിക്കപ്പെടുക എന്നും അവർക്ക് എന്ത് ചെയ്യുകയില്ല, അറിയുകയില്ല. എന്നാണ് അവർ പുനർജീവിപ്പിക്കപ്പെടുക എന്നും അവർക്ക് അറിയുകയില്ല. അപ്പൊ നമുക്ക് ദൃശ്യം വരെ അറിയുന്നില്ല നമ്മൾ, അല്ലെ? 20
സ്ഥലത്താണ് പിന്നെ ബ്രസീലിലുള്ള ഒരു മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചിട്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ഹരിയാനയിൽ വോട്ട് ചെയ്തത് എന്നാണ് ഇന്നത്തെ കണ്ടെത്തൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിട്ടുണ്ട്. 25 ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ നിന്നാണ്. ഇപ്പോഴാണ് അത് കണ്ടെത്തുന്നത്. അപ്പൊ കോൺഗ്രസ് ആയിരുന്നു ഹരിയാനയിൽ ഭരിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഈ കള്ള വോട്ടിലൂടെ എന്ത് ചെയ്തു? BJP എന്ത് ചെയ്തു? അധികാരത്തിലേറി. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിൽ ഒരു വോട്ടർ ID-യിലുള്ള ഫോട്ടോ എന്താ പറയുക? ഇന്ത്യക്കാരൻ്റെത് തന്നെയല്ല, ബ്രസീലിലെ ഒരു മോഡലായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ടാണ് 20 ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട്? വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതുപോലും കണ്ടെത്താൻ മനുഷ്യന് ദൃശ്യമായി അവന്റെ കൺമുമ്പിൽ നടക്കുന്നത് പോലും എന്ത് ചെയ്യുക? കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ SIR ഒക്കെ എന്തിനാണ്? ഇത്ര ആളുകളെ ഒഴിവാക്കിയിട്ട് അതിലൊക്കെ മറ്റോലും എന്ത് ചെയ്തിട്ടുണ്ടാവും? കളവോട്ട് ചെയ്തിട്ടുണ്ടാവും. BJP നേതാവിന്റെ ഒരു പ്രസ്താവന ഉണ്ട്, മലയാളിയായിട്ടുള്ള: ഞങ്ങൾക്ക് ജയിക്കേണ്ടയിടത്ത് ഞങ്ങൾ വേണമെങ്കിൽ കാശ്മീരിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് വോട്ടുണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്യും? ജയിച്ചു വരുന്നു. അപ്പൊ 6 മാസം ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ റൂം വാടകയ്ക്ക് എടുത്തുകാണ്ട് താമസിക്കുന്ന ആൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം എന്ത് ചെയ്യാം? വോട്ടിൽ കയറി പറ്റാം. അപ്പൊ ഞങ്ങൾക്ക് ജയിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൃശ്യമായതുപോലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാൻ കഴിയുന്നില്ല. പിന്നല്ല വൈബ് അറിയുന്നവൻ അള്ളാഹ് മാത്രമാണ്. അപ്പൊ പ്രവാചകൻ വൈബ് അറിയില്ല എന്ന് പ്രവാചകനോട് തന്നെ അള്ളാഹ് പറയിപ്പിച്ചു. എവിടെ? സൂറത്ത് അഹ്റാഫിലെ 188-ാമത്തെ ആയത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. കുൽ ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. കുൽ, പ്രവാചകരെ പറയുക, ലാ അംലികു, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, ലി നഫ്സി, എനിക്കു തന്നെ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, നഫ്അൻ, ഉപകാരത്തെയോ, വലാ ദർറ, ഉപദ്രവത്തെയോ, ഇല്ലാ മാ ഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ. അഥവാ പടച്ചവന്റെ തീരുമാനത്തെ മറികടന്ന് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്കു തന്നെ ഒരു ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്താൻ എനിക്കെന്തല്ല? സാധ്യല്ല. അപ്പൊ നബിയുടെ ശിരസിൽ നല്ല മുടി ഉണ്ടായിരുന്നു, താടിയിലും നല്ല മുടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് നബി ഉഹുദ് യുദ്ധത്തിലെ വാരിക്കുഴിയിൽ വീണ് പ്രവാചകന്റെ മുഖത്ത് പടയങ്കി തുളച്ച് കയറിയിട്ട് പ്രവാചകന്റെ പല്ലു പൊട്ടിയത്. അപ്പൊ ഈ മുടിയൊന്നും ഉണ്ടായതുകൊണ്ട് എന്തില്ല? ഒരു കാര്യമില്ല. അതിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. എന്റെ മുടിക്ക് അങ്ങനെ ബർക്കത്തൊന്നുമില്ല. ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്കു തന്നെ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്താൻ കഴിയില്ല, അള്ളാഹ് തീരുമാനിച്ചതിനപ്പുറം. എന്നിട്ട് അള്ളാഹ് നബിയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. പറയണം, വലൗ കുന്തു, ഞാനാണെങ്കിൽ അഅലമുൽ ഗൈബ, ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈരി, നന്മയിൽ നിന്ന് ഞാൻ ഒരുപാട് അധികരിപ്പിക്കുമായിരുന്നു. ലസ്തക്സർതു, ഞാൻ അധികരിപ്പിക്കുമായിരുന്നു, മിനൽ ഖൈരി, ഒരുപാട് നന്മ. വമാ മസ്സനി, എന്നെ ബാധിക്കുമായിരുന്നില്ല, എന്നെ സ്പർശിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. വമാ മസ്സനിയ സൂ, തിന്മ, പ്രയാസം എന്നെ ബാധിക്കുമായിരുന്നില്ല. വൈബ് അറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ സാധാരണ ഞാൻ പറയാറുണ്ട്, ഉഹുദ് യുദ്ധം നബി എന്ത് ചെയ്യും? നീട്ടിവെക്കും. കാരണം എന്താ? ഇന്ന് പോകേണ്ട ഉഹുദ് പറയും. എന്തേ? 70ഓളം സഹാബികൾ എന്ത് ചെയ്യും? ഷഹീദാവും, കൊല്ലപ്പെടും. അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന് ഉഹുദ് യുദ്ധം നീട്ടിവെച്ചണെന്ന് പറഞ്ഞു. നബിക്ക് പറയാൻ കഴിഞ്ഞോ? ഏറ്റവും ചുരുങ്ങിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, നബി ഹംസയ്ക്ക് പോരണ്ട കേട്ടോ. അതെന്താ നബി? പിന്നെ വഹ്ശി എന്ന് പറഞ്ഞ ഒരു നീഗ്രോ അടിമയെ ഹിന്ദ് വിലക്കെടുത്തിട്ടുണ്ട്. അയാളെടുത്ത് ചാട്ടൂളി ഉണ്ട്. ആ ചാട്ടൂളി എറിഞ്ഞ് നിന്നെ വഹ്ശി വീഴ്ത്തും. എന്നിട്ട് ഹിന്ദ് വന്നിട്ട് നിന്റെ മാറിടം പുലർത്തി നിന്റെ കരളെടുത്ത് ചവച്ചു തുപ്പും. ഹംസ, അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പൊന്നാര ഹംസ എന്ത് ചെയ്യണ്ട, പോരണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തേ? പ്രവാചകൻ അറിയില്ല, വൈബ് അറിയുകയില്ല. പ്രവാചകന് വൈബ് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന് പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വമാ മസ്സനിയ സൂ, വൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് പ്രയാസം നേരിടേണ്ടി വരുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ,
തീർച്ചയായിട്ടും ഞാൻ നസീറാണ്, ബഷീറാണ്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതക്ക് ഞാൻ ബഷീറാണ്, നസീറാണ്. അപ്പം പ്രവാചകനെക്കാട്ടിയും വലിയൊരു വലിയ ഇഞ്ഞ് വരാണ്ടോ? ഉണ്ടോ ഇല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത ഇല്ല. വന്നതുണ്ടോ? ഇല്ല. അപ്പൊ പ്രവാചകന് പോലും സ്വന്തമായി വൈബ് അറിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള ഈ ലൊക്കട ആൾക്കാർ കുത്തിർക്കാണ് ഞാൻ വൈബ് അറിയുന്ന പറഞ്ഞ് ചാക്കും വിരിച്ച് ഭാവിയും ബോധവും വർത്തമാനമൊക്കെ പറയുന്നു പറഞ്ഞാൽ അത് എത്രമാത്രം കളവാണ്. വൈബ് അറിയുന്നവൻ അല്ലാഹ് മാത്രാണ്. അപ്പൊ ചോദിക്കുന്ന പ്രവാചകന്മാർക്ക് വൈബ് അറിയിച്ചു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. അത് പ്രവാചകന്മാർക്ക് അല്ലാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് ചില വൈബ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞേ? സൂറത്തു ജിന്നിലെ 26, 27 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആലിമുൽ വൈബ്, വൈബ് അറിയുന്നവനാണ് അല്ലാഹു. ഫലാ യുളിഹിറു അലാ വൈബിഹി അഹദ, അവൻ അവന്റെ വൈബിനെ ഒരാൾക്കും എന്ത് ചെയ്യുകയില്ല, അറിയിച്ചു കൊടുക്കുകയില്ല. ഫലാ യുളിഹിറു, അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അലാ വൈബിഹി, അവന്റെ വൈബ്, അഹദൻ, ഒരാൾക്കും. എന്നിട്ട് പറയാം ഇല്ലാ മനിർത്തള, തൃപ്തിപ്പെട്ടവർക്കല്ലാതെ, മിർ റസൂലിൻ, അവന്റെ ദൂതന്മാരിൽ നിന്ന് തൃപ്തിപ്പെട്ടവർക്ക് മാത്രം അല്ലാഹ് എന്ത് ചെയ്യും, വൈബ് അറിയിച്ചു കൊടുക്കും. ചില വൈബുകളൊക്കെ അറിയിച്ചു കൊടുക്കും. ഇപ്പൊ മക്കയിൽ നബിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് രണ്ടാൾ ഇല്ലേ, ഒരാളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കുടുംബത്തൊക്കെ മറ്റൊരാൾ ഏറ്റെടുത്തിട്ട് ഒരാളെ നബിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു അല്ലെ. മദീന പള്ളിയിൽ അയാൾ എത്തിയപ്പോ നബി അയാളോട് ചോദിച്ചില്ലേ, ഈയും ഇന്നാളും തമ്മിൽ ഇങ്ങനെയൊക്കെ കരാറുണ്ടാക്കിയിട്ടില്ലേ, എന്നെ വധിക്കാനല്ലേ നീ വന്നിട്ടുള്ളത്? എങ്ങനെ അറിഞ്ഞ നബി? വഹി മുഖേന അല്ലാഹ് ചെയ്തു, അറിയിച്ചു കൊടുത്തു. അത് അറിയിച്ചു കൊടുക്കേണ്ടത് അല്ലാഹ് തൃപ്തിപ്പെട്ട ദൂതന്മാർക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് വഹി മുഖേന അറിയിച്ചു കൊടുക്കുമ്പോൾ കാവലുണ്ടാകുമെന്നും കൂടി ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ മനിർത്തളാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ, കാവൽ ഏർപ്പെടുത്തുന്ന, വഹി മുഖേന അറിയിച്ചു കൊടുക്കുന്ന. ആലോചിച്ചു. അപ്പൊ ഒരു ജിന്നിനും അറിയില്ലല്ലേ, ഓന് മുത്തക്കിയായ ഒരു ജിന്നിന്റെ സേവ ഉണ്ട്, അതുകൊണ്ട് ഓൻ ചില കാര്യങ്ങളൊക്കെ പറയുന്ന. ഇനി മുത്തക്കിയായ ജിന്നായിട്ടും കാര്യമില്ല, കാഫിറായ ജിന്നായിട്ടും കാര്യമില്ല. വൈബ് ജിന്നിനും അറിയില്ല, മനുഷ്യർക്കും അറിയില്ല, മലക്കുകൾക്കും അറിയില്ല. ഈ നേരത്തെ പറഞ്ഞ ഈ സൂറത്തു ജിന്നിലെ ആയത്ത് സമസ്തയുടെ പുസ്തകങ്ങളിലൊക്കെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. 5ാം ക്ലാസ്സിൽ EK സമസ്തയുടെ പുസ്തകത്തില് അവരുടെ സ്വഭാവ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ഈ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് വൈബ് എന്നൊരു അധ്യായം ഉണ്ടായി. ആ അധ്യായത്തിൽ ഈ ആയത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്കും വൈബ് അറിയുമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്തിനെ അവർ നടുക്ക് മുറിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. ആലിമുൽ വൈബ് ഫലാ യുളിഹിറു അലാ വൈബിഹി അഹദൻ ഇല്ലാ മനിർത്തള, അവിടെ മാത്രം നിർത്തും. അപ്പൊ എന്താവും അർത്ഥം? അല്ലാഹ് വൈബ് അറിയുന്നവരാണ്, അവന്റെ വൈബ് ഒരാൾക്കും അല്ലാഹ് അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മനിർത്തള, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. ബാക്കി ഭാഗം മിർ റസൂലിൻ, തൃപ്തിപ്പെട്ട ആർക്കാണ്? റസൂലുകൾക്കാണ്. പക്ഷെ അതാണ് മാറ്റി വെച്ച് തൃപ്തിപ്പെട്ടവർക്കൊക്കെ അല്ലാഹ് എന്ത് ചെയ്യും, വൈബ് അറിയിച്ചു കൊടുക്കും. അപ്പൊ മമ്പുറത്തെ തങ്ങളെ അല്ലാഹ് തൃപ്തിപ്പെട്ടു, മൂപ്പർക്ക് വൈബ് അറിയാം. CM-ന് അല്ലാഹ് തൃപ്തിപ്പെട്ട ആളാണ്, കുണ്ടൂർ ഉസ്താദിന് അല്ലാഹ് തൃപ്തിപ്പെട്ടാണ്, തിരുപ്പഞ്ചി മേമോലിയാർ അല്ലാഹ് തൃപ്തിപ്പെട്ടതാണ്, മൊയ്തി മുസ്ലിയാർ കീശേരിയിലുണ്ട്, മൂപ്പര അല്ലാഹ്, അവർക്കൊക്കെ വൈബ് അറിയാം എന്നറിയാൻ വേണ്ടി സമൂഹത്തിന് ഇല്ലാ മനിർത്തള. അരീക്കോട് താഴ്ത്തങ്ങാടിയിൽ ഒരിക്കൽ ഞാനൊരു ജനാസ കേൾക്കാൻ പോയിപ്പോ അവിടെ ഒരു മദ്രസ ഉണ്ട്, ആ പള്ളീന്റെ അടുത്ത് ജനാസ നടക്കണേ. അപ്പൊ അവിടുന്നാണ് ഞാനിത് പഠിപ്പിക്കണേ ഞാൻ കേട്ടത്. പിന്നെയാണ് ഞാൻ പുസ്തകം പരിശോധിച്ച് നോക്കിയത്. അപ്പൊ ഇല്ലാ മനിർത്തള എന്ന് വരെയുള്ളൂ. അപ്പൊ അല്ലാഹ് തൃപ്തിപ്പെട്ടവർക്ക് അല്ലാഹ് വൈബ് അറിയിച്ചു കൊടുക്കും. ഇതാണ് കുട്ടിനെ പഠിപ്പിക്കുന്നത്. എന്നാ അല്ലാഹ് തൃപ്തിപ്പെട്ട ആർക്ക്? പ്രവാചകന്മാർക്ക് അല്ലാഹ് എന്ത് ചെയ്യുള്ളൂ, വൈബ് അറിയിച്ചു കൊടുക്കുള്ളൂ. റസൂലുകൾക്ക്, അള്ളാഹിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വേറെ റസൂലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അല്ലാഹ് വൈബ് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്, വേറെ ആരും എന്ത് ചെയ്യുകയില്ല, വൈബ് അറിയുകയില്ല. സൂറത്തു അന്നാമിലെ 59-ാമത്തെ ആയത്തിലും ഈ കാര്യം അല്ലാഹ് സൂചിപ്പിച്ചിട്ടുണ്ട്, വൈബിനെ കുറിച്ച്. അല്ലാഹ് അല്ലാത്തൊരു ശക്തിക്ക് വൈബ് അറിയില്ല. അപ്പൊ ആർക്കെങ്കിലും വൈബ് അറിയുമെന്ന് ഓൻ വാദിക്കുകയാണെങ്കിൽ ഓ ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യാണ്, പുറത്തു പോവുകയാണ്. ആർക്കെങ്കിലും വൈബ് അറിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇസ്ലാം നമ്മളുടെ വിശ്വാസത്തിലും എന്ത് ചെയ്യുകയാണ്, പോരായ്മ വരികയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ആലോചിച്ച് നോക്ക് നിങ്ങൾ,
അപ്പോ ഗൈബും ഷഹാദത്തും അറിയുന്ന. പിന്നെ അൽ കബീർ, എന്താ കബീർ വലിയവൻ അല്ലെ. അൽ മുതആൽ അത്യുന്നതൻ. അൽ കബീർ വലിയവൻ അല്ലെ. അല്ലാഹു അക്ബർ. അപ്പൊ അത്യുന്നതനാണ്, അതുപോലെ തന്നെ മഹോന്നതനാണ് അല്ലാഹു. അൽ കബീറുൽ മുതആൽ. അപ്പൊ അല്ലാഹ് വലിയ അല്ലെ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് 400 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസം. പക്ഷെ എന്താണ് ആ കബീറും മുതആലുമാണ് എന്ന് പറഞ്ഞാൽ ഓൻ വല്യോനാട്ടോ, ഓനോട് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തേക്കാരോ ഓൻ വല്യോനാണ്, ഓനോട് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓൻ എനിക്ക് പണി തരൂ അല്ലേ? ഓൻ വല്യോനാണ്, ഓൻ ആദരിച്ചോളി ഉണ്ട് കേട്ടോ അല്ലെ. ഓൻ അത്യുന്നതാട്ടോ, അത്യുന്നതങ്ങളിലാണ് ഓനായിട്ട് ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹ് കബീർ, നമ്മള് കബീറും മുതആലും ആണ്. അള്ളാഹ് വല്യോനാണ് അല്ലെ. അള്ളാഹ് വല്യോനാണ്, അള്ളാഹ് അത്യുന്നതനാണ്. അപ്പൊ എന്താ ഈ കബീർ മുതആലുമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്താ? അപ്പൊ ആ അത്യുന്നതനായ മഹോന്നതനായ ആ റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. ത്യജിക്കണം എന്നാണ് റബ്ബ് പറയുന്നത് എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. കാരണം അവൻ കബീർ മുതആലും ആണ്. ഇനി സഹിക്കണമെന്നാണ് റബ്ബ് പറയുന്നത് എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. ഇനി നിർവഹിക്കണമെന്നാണ് റബ്ബ് പറയുന്നത് എങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. എന്തും ത്യജിക്കാൻ, എന്തും സഹിക്കാൻ, എന്തും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എപ്പോഴും റബ്ബിന്റെ കൽപ്പനക്ക് മുമ്പിൽ. അതാണ് കബീറും മുതആൽ അല്ലെ. അല്ലാഹു തആല എന്ന് പറയും നമ്മൾ. എന്താ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അത്യുന്നതനായ ഏകനായ ആരാധ്യൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അത്യുന്നതങ്ങളിലുള്ള ഒരാൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക. SP നാളാണ് ചെല്ലാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ DYSP ആണ് ചെല്ലാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ ചെല്ലൂലേ? ഞാൻ പോണില്ല എന്ന് പറഞ്ഞു തീർക്കുക. ഇല്ല, ചെല്ലൂലേ? അതിന് പറ്റി ആരെങ്കിലും ഒക്കെ തെരഞ്ഞു പിടിച്ചുകാണ്ട് എന്ത് ചെയ്യും? ചെല്ലും. ഇനി അതിന്റെ മേലുള്ള ആളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നോക്കുന്ന റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് നമ്മൾ എത്രമാത്രം ആ റബ്ബിന്റെ മഹോന്നതിയെ അറിയാറുണ്ട്, അറിഞ്ഞനുസരിക്കാറുണ്ട്. ഇപ്പൊ നോക്ക്, ഖുർആൻ വായിക്കണം അല്ലെ. ഖുർആൻ ഇഖ്റ എന്ന ഒന്നാമത്തെ കൽപ്പന തന്നെ എന്താ? വായിക്കണം. ഒരു ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? നീ ആശയം ഗ്രഹിച്ച് വായിക്കണം എന്നാണ്. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താണ്? ഖുർആൻ എന്നാണ്. ആ ഗ്രന്ഥം ഈ കബീറും മുതആലുമായിട്ടുള്ള റബ്ബിന്റെ കലാമാണ്, വചനമാണ്. ശരി, എന്നിട്ട് ആ റബ്ബിന്റെ മഹത്വത്തെ, മഹോന്നതിയെ മനസ്സിലാക്കി ആ ഖുർആനിനെ സമീപിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? കഴിയാറുണ്ടോ? ഇല്ലല്ലോ. പള്ളർച്ച തിന്നരുത് ആരുടെ കൽപ്പനയാണ്? അള്ളാന്റെ കൽപ്പനയല്ലേ? പള്ളർച്ച തിന്നരുത്. വിഷമം തിന്നോളി. ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം കാലി. കാലിയോ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? പക്ഷെ നമ്മള് ആ കൽപ്പനക്ക് എത്ര? എന്നാലും ഡോക്ടർ പറയാണ് ഈ വള്ളർച്ച തിന്നരുത്, അരക്കൊരു ചോറ് മതിട്ടോ, രാത്രി ഒരു ചപ്പാത്തി മതിട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ പേടിച്ചില്ലേ? നമ്മളതിന് ഗൗരവം കാണാറുണ്ടോ? ഈ നൂഹ് അലൈഹിസ്സലാം ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് സമൂഹത്തോട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ റബ്ബിന്റെ കൽപ്പനക്ക് ഗൗരവം കാണാത്തത്? അള്ളാഹ് പറഞ്ഞിട്ട് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതല്ലേ, അത് സാരമില്ല. ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞാലോ, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ, നഞ്ഞു പറ്റൂല കേട്ടോ ഇല്ലേ, മധുരം കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞോ? പറഞ്ഞത് എന്നാ നിങ്ങൾക്ക് മധുരട്ട് ഞാൻ ചായ തരൂലട്ടോ, എന്നോട് ചോദിക്കരുത് എന്ന് പുറത്തുള്ളവർ തീരുമാനം എടുക്കും. എന്നിട്ട് മൂപ്പര് മധുരം തിന്നാൻ വല്ല കല്യാണ പരിയിലും പോയാൽ അവിടുന്ന് മൂപ്പര് അടിച്ചു വിടും. കാരണം ഇത് പരിന്ന് കിട്ടൂല തന്നെയാണ് അല്ലേ. എന്നാലോ പടച്ചോൻ പറഞ്ഞിട്ട് ഹലാലും ത്വയ്യിബേ തിന്നാൻ പാടുള്ളൂ എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ഹലാലും ആയിരിക്കണം, ത്വയ്യിബും ആയിരിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദനീയമായിരിക്കണം. അനുവദനീയമായാൽ മാത്രം പോരാ, അനുവദനീയത്തിൽ ത്വയ്യിബും ഉണ്ട്. ത്വയ്യിബേ തിന്നാൻ പാടുള്ളൂ. അപ്പൊ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എനിക്ക് പോത്തച്ചി എത്തൂല, എനിക്ക് ത്വയ്യിബല്ല. ഷുഗറുള്ള ആൾക്ക് മധുരം ഹലാലാണ്, പക്ഷെ എന്തല്ല, ആൾക്ക് ത്വയ്യിബല്ല.
അങ്ങനെ ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ത്വയ്യിബായിട്ടുള്ളതുണ്ട്, അതേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹ് കൽപ്പിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ സ്വീകരിക്കാറില്ല. അപ്പൊ ആ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നിടത്ത് ആ റബ്ബിന്റെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ അംഗീകരിക്കാറുണ്ടോ, നമ്മൾ സ്വീകരിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മഹത്വത്തെ തിരിച്ചറിഞ്ഞുണ്ടോ? സുബൈസ് കേൾക്കണം എന്ന് പറഞ്ഞാൽ ആരാ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞ് പള്ളിയിലെ നമ്മള് മുഅദ്ദിന് വിളിച്ചു പറയുന്നുണ്ട്. എന്താണ്? അള്ളാന്റെ കൽപ്പനയാണ് അല്ലേ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരാണ്. നമ്മളൊന്ന് നീച്ചില്ലേ, എന്നിട്ട് ഫാൻ ഓഫ് ആക്കി പുതപ്പൊന്നും കൂടി റെഡി ആക്കിയിട്ട് ഒന്നും കൂടി കടന്നു, കുറച്ച് കഴിഞ്ഞിട്ടേ അതില്ലേ നീച്ചില്ല. പള്ളി പോകാൻ പറ്റുന്നവരാണെങ്കിൽ പള്ളി പോയില്ല അല്ലേ, പിന്നെ 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കൊക്കെ നീച്ചിട്ട് ഇങ്ങനെ ഒന്നാട് കടാരം കഴിച്ചു. ആർക്കോ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ പിന്നെ ചില ആളുകളൊക്കെ ആ മഗ്‌രിബിന്റെ മൂട്ടിൽ വന്ന് കണ്ട് അസറസ്കരിക്കണ കോഴി കുത്തണ മതി, റസൂൽ പറഞ്ഞ മാതിരി കുത്തണ മതി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ രീതിയിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ. അത് ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ് ജീവിതത്തിൽ നമസ്കാരത്തിനുള്ളത്. നമസ്കാരം ശരിയായാലും ബാക്കിയൊക്കെ ശരിയായി. പക്ഷെ ആ നമസ്കാരത്തിൽ പറയുന്നത് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? റബ്ബിന്റെ മുമ്പിലല്ല നിൽക്കുന്നത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിലല്ല നിൽക്കുന്നത്. ആ ഒരു ഗൗരവത്തോടു കൂടി, ആ ഒരു ഖുശൂഅോടു കൂടി, ആ മനസാന്നിധ്യത്തോടു കൂടി നമസ്കാരത്തെ സമീപിക്കാൻ കഴിയാറുണ്ടോ? അതിന്റെ കാരണം അല്ലാഹു കബീറാണ്, മുതഅല്ലാണ് എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ശരിക്കും അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അള്ളാഹു ഗൈബ് അറിയുന്നവനാണ്, അള്ളാഹു ദൃശ്യമറിയുന്നവനാണ്, അള്ളാഹു അത്യുന്നതനും മഹോന്നതനുമായിട്ടുണ്ട് എന്ന്. ഇനി സവാഉ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. സവാഉ മിൻകും നിങ്ങളുടെ കാര്യത്തിൽ തുല്യമാണ്, സവാഉൻ സമമാണ്, തുല്യമാണ്, മിൻകും നിങ്ങളുടെ കാര്യത്തിൽ. മൻ അസറൽ ഖൗല വാക്കിനെ ഒരാൾ രഹസ്യമാക്കി വെച്ചു, വമൻ ജഹറ ബിഹി അതിനെ ഒരാൾ പരസ്യമാക്കി. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ആരറിയും? അതറിയും അല്ലെ, ആരും അറിഞ്ഞിട്ടില്ല രഹസ്യമായിട്ട് അല്ലെ, ഒരാളും അറിഞ്ഞിട്ടില്ല രഹസ്യമായിട്ട്. ആലോചിച്ചു കേട്ട, എന്നാ പടച്ചോൻ ചെയ്തിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. മനസ്സിൽ മറച്ചു വെച്ചതും കണ്ണിന്റെ കട്ടുനോട്ടവും ആരറിയും? അള്ളാഹ് അറിയും. അപ്പൊ അള്ളാന്റെ അറിവൊന്നും ആലോചിച്ചു കേട്ടെ, മനസ്സിൽ മറച്ചു വെച്ചത് അറിഞ്ഞിട്ടുണ്ട്, കണ്ണിന്റെ കട്ടുനോട്ടവും എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട് അള്ളാഹ്. അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ അറിയുന്നവനാണ് അള്ളാഹു എന്ന്. വറക്കത്തിന ഒരു ഇല പോലും വീഴുന്നില്ല അള്ളാഹ് അറിയാതെ. ലോകത്തിൽ ഓരോ നിമിഷവും എത്ര ഇലകൾ വീഴുന്നുണ്ടാവും, ആ ഒരു ഇല വീഴുന്നത് അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് പോലും ആരറിയുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ ഇൽമ എത്രയാണ്. ആ അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടോ? APJ അബ്ദുൽ കലാം പറഞ്ഞു പറഞ്ഞാൽ APJ പറഞ്ഞതാ, കാരണം അദ്ദേഹം ഒരു അല്ലെ പിന്നെ ആ രീതിയിലുള്ള ഒരു മഹാനായിട്ട് കണക്കാക്കുന്നു. എന്നാ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ അല്ലെ. നമ്മളെ മുമ്പിലുള്ള എന്താ? അള്ളാന്റെ കലാമ മുമ്പിലുള്ളത്. ആരാണ് അള്ളാഹ്? എല്ലാം അറിയുന്ന അള്ളാഹ്. നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അറിയുന്നവനാണ് അള്ളാഹു. അപ്പൊ അള്ളാഹുമായിട്ടുള്ള നമ്മളെ ബന്ധം എന്താ? എല്ലാം അറിയുന്ന, ഹൃദയത്തിന്റെ മിടിപ്പ് പോലും അറിയുന്ന ആ റബ്ബിക്ക് എത്രമാത്രം നമ്മൾ അടുക്കണം. ആ റബ്ബിനോട് പറഞ്ഞൂടെ നമ്മളെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ? എല്ലാം അറിയും അള്ളാഹ്. ഇനി ആലോചിച്ച് നോക്ക്, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. രാത്രിയിൽ പതുങ്ങി സഞ്ചരിക്കുന്നതിനെ കുറിച്ചും അള്ളാഹ് അറിയുന്നുണ്ട്. വമൻ ഹുവ ഒരുത്തനാണ്, മുസ്തഖ്ഫിൻ ഒളിച്ച് സഞ്ചരിക്കുന്നവനാണ്, ബില്ലൈലി രാത്രിയിൽ മറച്ചു വെക്കുന്നവനാണ് രാത്രിയുടെ ഇരുട്ടിൽ. അതുപോലെ വസാരിബുൻ ബിന്നഹാർ
രാത്രിയിൽ സഞ്ചരിക്കുന്നവനാണ്, പകലിൽ സഞ്ചരിക്കുന്നവനാണെങ്കിലും അപ്പൊ രാത്രിയിൽ സംഭവിക്കുന്നതും പകലിൽ സംഭവിക്കുന്നതും അതിലുള്ള എല്ലാ ചലനങ്ങളും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയാണ് ആ കൊലപാതകം നടന്നത്, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആരറിഞ്ഞിട്ടുണ്ട്? അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് അല്ലേ? മറ്റേ ആ ചങ്ങായി ചാടിപ്പോയി പോലീസിന്റെ അടുത്തുനിന്നല്ലേ, ഇന്നലെ മിഞ്ഞാന്നല്ലേ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈവിലങ്ങൊക്കെ ഒഴിവാക്കിയിരുന്നു. വില്ലൂർ വിയ്യൂർ ജയിലിന്റെ മുമ്പിൽ അത് കയറാൻ ഒരു 2 മിനിറ്റാണ് സഞ്ചരിച്ചാൽ മതി. അവിടുന്ന് മൂപ്പര് ചാടി. അപ്പം വൈകുന്നേരം വരെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ആരോ പറയേണ്ട ഒരു നീല സ്കൂട്ടർ പോലും മൂപ്പര് പോയിരുന്നത്. അപ്പൊ മൂപ്പരുടെ പൊതുവെയുള്ള ശൈലിയാണ് സ്കൂട്ടർ കട്ടിട്ടാണ് മൂപ്പർ എന്ത് ചെയ്യാറുള്ളത്. ഒരുപാട് കൊലപാതകങ്ങളിലും കളവ് കേസിലും പ്രതിയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. CCTV കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ പടച്ചോനോ ഓൻ ചാടാൻ വിചാരിച്ചത് വരെ ആരറിഞ്ഞിട്ടുണ്ട്? അതറിഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ കൈവിലങ്ങ് ഒഴിവാക്കിയപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതിൽ കഴിച്ചിലാകണമെന്ന്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ. ഇങ്ങോട്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോ തുണിയൊക്കെ അഴിഞ്ഞതൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പൊ ഓ മനസ്സിൽ പ്ലാൻ ചെയ്തതൊക്കെ ആരറിഞ്ഞിട്ടുണ്ട്? അല്ല അറിഞ്ഞിട്ടുണ്ട്. ആലോചിക്കട്ടെ. അപ്പൊ അല്ല രാത്രിയിൽ സംഭവിക്കുന്നതും പകലിൽ സംഭവിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ അള്ളാനെ നമ്മൾ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞോ? മഹത്വപ്പെടുത്തേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തിയോ? ആ റബ്ബിന്റെ കൽപ്പനകളെ പരിഗണിക്കേണ്ട വിധത്തിൽ പരിഗണിച്ചോ? ഇന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടങ്ങൾ, ഇന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് റബ്ബിന്റെ കൽപ്പനകൾ പരിഗണിക്കേണ്ട വിധത്തിൽ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? അത് ഗൗരവത്തിൽ എടുക്കേണ്ട വിധത്തിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? അത് സൂക്ഷ്മമായി ചെയ്യേണ്ട വിധത്തിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ ആ റബ്ബായിട്ട് അടുക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ആ റബ്ബുമായിട്ട് അടുക്കാനുള്ള പണികൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം എന്തായിരിക്കും എന്നാ പറഞ്ഞത്? വളരെ പ്രയാസകരമായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ റബ്ബിന്റെ കലാമാണ് നമ്മൾ. അടുത്ത വചനം കൂടി വായിച്ചു നോക്കാം നമുക്ക്. ലഹു അവനു അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. ലഹു അവനുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് മുഅഖിബാത്തുൻ സംഘങ്ങൾ. മുഅഖിബാത്ത് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾ. മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി അവന്റെ പിന്നിലുണ്ട് മുന്നിലുണ്ട്. മിൻ ബൈനി യദൈഹി അവന്റെ മുന്നിലുണ്ടായിരിക്കും, വമിൻ ഖൽഫിഹി അവന്റെ പിന്നിലുണ്ടായിരിക്കും. അപ്പൊ മനുഷ്യന്റെ മുന്നിലും പിന്നിലും, പ്രത്യേകിച്ചും വിശ്വാസിയുടെ മുന്നിലും പിന്നിലും പടച്ചവൻ പ്രത്യേക സംഘങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാ സംഘങ്ങൾ? നമ്മൾ കാണുന്നുണ്ടോ അവിടെ മുന്നിൽ? പിന്നിൽ ആരുമില്ലല്ലോ അല്ലേ? പിന്നിലാരോ ഒരു തട്ടിക്കോട്ടെ കാണൂല, നമുക്ക് അനുഭവപ്പെടൂല. എന്നാ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വിശ്വാസിയുടെ മുന്നിലും പിന്നിലും. എന്താണ് ആ മുന്നിലും പിന്നിലുള്ള സംഘങ്ങളുടെ പണി? ആലോചിച്ചോളി. യഹ്ഫളൂന അവർ കാത്തുരക്ഷിക്കുന്നു അവനെ. യഹ്ഫളൂന ഹഫിള തന്നെ സൂക്ഷിച്ചു, സംരക്ഷിച്ചു. യഹ്ഫളൂന ആ സംഘങ്ങൾ സംരക്ഷിക്കുന്നു അവനെ. എപ്പോഴ്? മിൻ അംരില്ലാഹ് അള്ളാന്റെ കൽപ്പന ഉണ്ടെങ്കിൽ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കേണ്ട ഘട്ടത്തിൽ ആ സംഘങ്ങൾ അവനെ സംരക്ഷിക്കുന്നു. അവൻ ലഹു അവനുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മുഅഖിബാത്ത് സംഘങ്ങൾ. എവിടെ ഉണ്ട്? മിൻ ബൈനി യദൈഹി അവന്റെ മുന്നിലുണ്ട്, വമിൻ ഖൽഫി അവന്റെ പിന്നിലുണ്ട്. അപ്പൊ ആരാത് ഏർപ്പാടാക്കിയത്? അള്ളാഹ് ഏർപ്പാടാക്കിയിട്ടുള്ള സംഘങ്ങളുണ്ട്.
യഹ്ഫളൂനഹു, ആ സംഘങ്ങൾ അവനെ സംരക്ഷിക്കുന്നു. എപ്പോഴ്? അവരിഷ്ടപ്പെടുമ്പോ സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. ഇവൻ ആവശ്യപ്പെടുമ്പോ സംരക്ഷിക്കാൻ പറ്റുമോ? എന്റെ മുമ്പിൽ സംഘം ഉണ്ടല്ലോ എന്നെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. എപ്പോഴാ സംരക്ഷിക്കുക? മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സംരക്ഷിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞാൽ അർത്ഥം? അപ്പൊ ഒരു പ്രതിസന്ധിയിൽ പ്രശ്നത്തിൽ അകപ്പെടുമ്പോ ആരോട് പറയണം? അള്ളാഹിനോട് പറയണം. അപ്പൊ അള്ളാഹ് അവന്റെ മുന്നിലും പിന്നിലും ഏർപ്പാടാക്കിയ സംഘങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കും, ഓനെന്ത് ചെയ്തേക്ക്, സംരക്ഷിച്ചേക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? സംരക്ഷിക്കും. അത് ജിന്നൊന്നല്ല, മലക്കാളാണിത്. അള്ളാഹുവിന്റെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മലക്കുകളെ പടച്ചവൻ സംരക്ഷകരായി, ഹഫളത്ത് എന്ന് പറയും. ഹഫളത്ത്, സംരക്ഷകർ. എന്നാ അവർക്ക് മലക്കേനെ കാക്കണേന്ന് പറഞ്ഞാൽ ഷിർക്കാണ്, സംരക്ഷിക്കാൻ കഴിയില്ല. നീ നമ്മൾ ആഗ്രഹിക്കും, മലക്കുന്ന കാക്കുന്ന ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? കഴിയില്ല. ആര് കൽപ്പിക്കണം? അള്ളാഹ് കൽപ്പിക്കണം. അപ്പൊ അള്ളാഹിനോട് പറയണം പ്രതിസന്ധി എന്താണ്, പ്രശ്നം എന്താണ്, പ്രയാസം എന്താണ് എന്ന് റബ്ബിനോട് പറയണം. എങ്കിൽ അള്ളാഹ് ആ മലക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സംരക്ഷിക്കും. യഹ്ഫളൂനഹു മിൻ അംരില്ല. ബദറിൽ മലക്കുകൾ അറിയില്ലേ? ഖുർആൻ എങ്ങനെ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അപ്പൊ റബ്ബ് ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. ആരാ സഹായിച്ചത്? അള്ളാഹ്. എങ്ങനെ സഹായിക്കും? ബി അൽഫി മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളിലൂടെ ഞാൻ ചെയ്യും, സഹായിക്കും. അള്ളയാണ് സഹായിച്ചത് മലക്കുകളിലൂടെ, മലക്കാളല്ല സഹായിച്ചത്. അതിന് ആരോട് പ്രാർത്ഥിക്കണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് മലക്കുകളിലൂടെ സഹായിക്കും. അപ്പം ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറയും. യഹ്ഫളൂനഹു മിൻ അംരില്ല. അപ്പൊ നമുക്ക് ആ ബോധം വേണം. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാവണം. പടച്ചവൻ, ആ റബ്ബ് എന്റെ കൂടെ നിന്നാൽ എനിക്ക് കാണാൻ കഴിയാത്ത മലക്കുകളെ അയച്ച അള്ളാഹ് എന്ത് ചെയ്യും? എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് കാണാൻ കഴിയാത്ത മലക്കുകളെ അയച്ചിട്ട് അള്ളാഹ് എന്ത് ചെയ്യും? എന്നെ സംരക്ഷിക്കും. പക്ഷെ ഞാൻ ആരൊപ്പം നിൽക്കണം? അള്ളാഹിന്റെ ഒപ്പം നിൽക്കണം. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണം. അള്ളാഹിനോടാണ് ഞാൻ പറയേണ്ടത് എന്ന്. ഇനി ബാക്കി ഭാഗം, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു ലാ യുഅയ്യിറു, മാറ്റൂല. പയ്യറ എന്ന മാറ്റത്തിന് വിധേയമാക്കുന്ന ഇന്നല്ലാഹ ലാ യുഅയ്യിറു, തീർച്ചയായിട്ടും അള്ളാഹു മാറ്റുകയില്ല. മാ ബി ഖൗമി, ഒരു സമൂഹത്തെയും അള്ളാഹ് മാറ്റുകയില്ല. ഹത്താ യുഅയ്യിറു, അവർ മാറുന്നത് വരെ, അവർ മാറ്റം വരുത്തുന്നത് വരെ. എന്ത്? മാ ബി അൻഫുസിഹിം, അവരുടെ മനസ്സിലുള്ളതിനെ മാറ്റാത്തിടത്തോളം കാലം അള്ളാഹ് എന്ത് ചെയ്യൂല എന്നാ പറഞ്ഞത്? ഒരാൾക്കും മാറ്റത്തിന്, ഒരു സമൂഹത്തെയും മാറ്റൂല. എന്താ? മാറണം, നന്നാവണം, മെച്ചപ്പെടണം എന്ന തോന്നൽ, അതിനനുസരിച്ചുള്ള പ്രവർത്തനം സ്വന്തത്തിൽ നിന്ന് തുടങ്ങണം. അപ്പോഴേ അള്ളാന്റെ റഹ്മത്ത് കിട്ടുള്ളൂ. ഒന്നും ചെയ്യാതെ അള്ളാന്റെ റഹ്മത്ത് കിട്ടി വരട്ടെ, അള്ളാന്റെ മാറ്റത്തെ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യൂല? അള്ളാഹ് മാറ്റൂല. ലാ യുഅയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബി അൻഫുസിഹിം. ഈ വചനാണ് അത്ര ബ്രിട്ടീഷുകാർ പാർലമെന്റ് നിർമ്മിച്ചതിന് ശേഷം ഖുർആനിൽ നിന്ന് എഴുതി വെച്ചൊരു ഭാഗം. എല്ലാ വേദങ്ങളിൽ നിന്നും പാർലമെന്റ് മന്ദിരത്തിൽ ബ്രിട്ടീഷുകാർ എഴുതി വെച്ചപ്പോൾ ഖുർആനിൽ നിന്ന് എഴുതി വെച്ചത് മാ യുഅയ്യിറുല്ലാഹു ലാ യുഅയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബി അൻഫുസിഹിം. അപ്പം സ്വയം തയ്യാറായി മുന്നോട്ട് വന്നാലേ അള്ളാഹ് ഹിദായത്ത് നൽകുള്ളൂ. അപ്പം ഖുർആൻ വായിക്കണം, ഞാനത് പഠിക്കണം, ഞാനത് ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കണം എന്ന ചിന്ത, ആ ഒരു ബോധം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അള്ളാഹ് എന്ത് ചെയ്യും? അതിനനുസരിച്ച് തൗഫീക്ക് നൽകും, അതിനനുസരിച്ച് അനുഗ്രഹം നൽകും. ഇല്ലേ? അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടൂല. അപ്പൊ അള്ളാഹ് നമ്മളുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹ് മാറ്റങ്ങൾക്ക് വിധേയം. എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സൂറത്ത് അഅറാഫ് എടുത്തു നോക്കിയാൽ കാണാം, മൂസാ നബിന്റെ കൗമ് മൂസാ അലൈഹി സ്വലാമിയോട് പരാതി പറഞ്ഞിട്ടുണ്ട്. മൂസ, നീ വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് പീഡനാണ്, വന്നതിന്റെ ശേഷവും പീഡനാണ്. ഒരു കാര്യമില്ലല്ലോ ജീ വന്നതിന് ശേഷം.
ഊദീന മിൻ ഖബലി യഅ്തിയന വമിൻ ബഅദി മാ യഅ്തിയന. നീ ഞങ്ങളുടെ അടുക്കൽ വരുന്നതിന്റെ മുമ്പും വന്നതിന് ശേഷം ഞങ്ങൾക്ക് മർദ്ദനം തന്നെയാണ്, പീഡനം തന്നെയാണ്. അപ്പൊ മൂസാ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടിക്കോളി, ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിനോട് സഹായം തേടിക്കോളി. എന്നിട്ട് അവങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുത്തുണ്ടോ? അള്ള നോക്കാണ്. അതന്നെ അള്ള നമ്മൾ അങ്ങോട്ട് നടന്നു തന്നാൽ അള്ള അങ്ങോട്ട് എന്ത് ചെയ്യും? ഓടി വരുന്ന പറഞ്ഞേ. അപ്പൊ നമ്മൾ കുറച്ച് ചെയ്താൽ ലൈൻ ശക്കർത്തും അസീദനക്കും. അപ്പൊ എന്താ നിങ്ങളുടെ സമീപനം, എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ള നോക്കിക്കാണ്. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സഹായങ്ങൾ നൽകും. ആരോടായി പറഞ്ഞത്? മൂസാ അലൈഹി സ്വലാം പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തോട്. അപ്പം മോഡിനെ മാറ്റണോ മാറ്റണ്ടേ? മാറ്റേണ്ടതാരാണ്? ആരാ? കണ്ടിങ്ങിയിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു നടിക്കുന്നതും പല മാളികാമുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് ആ ജ്ഞാനപ്പാനര ഒരു അമ്പലത്തിൽ നിന്ന് കേട്ടിട്ടില്ലേ? ഖുർആനിലെ ഒരു ആയത്തിന്റെ ആശയാണത്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ ല്ലേ ബിയദിക്കൽ ഖൈർ. അപ്പൊ അധികാരം കൊടുക്കുന്നത് അള്ളയാണ്. നമ്മൾ നന്നായാൽ അതിനനുസരിച്ച് അധികാരത്തിൽ നിന്ന് മൂപ്പരങ്ങായിട്ട് ഇറക്കും. നമ്മൾ മോശമായാലോ മോശപ്പെട്ട ടീമിനെ നമ്മളുടെ മേലിൽ അധികാരികളായിട്ട് പടച്ചോൻ ചെയ്യും, നൽകും. അപ്പൊ നമ്മൾ നന്നാവണം, അവിടെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് അള്ള നോക്കുന്നത് എന്ന്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിന് മാറ്റം വരണോ, ആ സമൂഹം സ്വയം നന്നാവണം. ഒരു വ്യക്തിയാണെങ്കിൽ സ്വയം നന്നായിട്ട് റബ്ബിനോട് തൗഫീക്കിനെ തേടിയാൽ ആ റബ്ബ് എന്ത് ചെയ്യും? തൗഫീക്ക് നൽകും. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടോ, നമ്മളുടെ കുടുംബത്തിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പം നമ്മളുടെ മക്കൾക്ക്, അടുത്ത തലമുറക്ക് നമ്മൾ നൽകേണ്ടത് എന്താണ്? നമ്മൾ ഈ സന്ദേശം കൈമാറണം. ഇതാ പരിശുദ്ധ ഖുർആൻ, ഇത് അള്ളാന്റെ കലാമാണ്. ആ കലാമിനോട് നീ അടുത്ത് അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന ഒരു ശ്രമവും ആഗ്രഹവും പ്രാർത്ഥനയും നിനക്കുണ്ടായാൽ റബ്ബ് അതിനനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെയും ക്രമപ്പെടുത്തി തരും. ഇല്ലെങ്കിലോ റബ്ബിന്റെ ഹിദായത്ത് ലഭിക്കാൻ പ്രയാസമായിരിക്കും, തൗഫീക്ക് ലഭിക്കാൻ പ്രയാസമായിരിക്കും. ആ റബ്ബിന്റെ തൗഫീക്ക് ലഭ്യമാവുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. പ്രത്യേകിച്ച് നമ്മളുടെ റസാഖ് എന്ന സഹോദരൻ, നമ്മളെ ക്ലാസ്സിലൊക്കെ വരുന്ന സഹോദരനാണ്. അദ്ദേഹം ചെറിയൊരു ഓപ്പറേഷന് വിധേയമായി ഐസിയുലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെ പൂർണ്ണമായി ദൂരീകരിച്ച് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ഔദാര്യം കൊണ്ട് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, ഷർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും കാത്തുരക്ഷിക്കണമേ നാഥ. ഫലസ്തീൻ ജനതക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും എല്ലാവിധ ഭരണകൂടങ്ങളെയും പൂർണ്ണമായി നീ പരാജയപ്പെടുത്തണമേ നാഥ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ആ ജനതക്ക് നീ സമാധാനം നൽകണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.